ഇത് 18 വെറൈറ്റികളുള്ള നമ്മുടെ ആപ്പിൾ മരമാണ്. അതിൻ്റെ അകത്ത് പല കമ്പുകളിലും പൂക്കളുണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാണ്. എല്ലാത്തിലും നമ്മൾ ഇത് ഏതാണെന്ന് നോക്കാം. ഈ സാധനം ഡിസ്കവറി എന്ന് പറയുന്നതാണിത്. അതിൻ്റെ ഗ്രാഫ്റ്റ് അവിടെയാണ്. ഇത് ഐസേഫൽ എന്ന് പറയുന്ന വെറൈറ്റി. ഇതാണ് ആനാപ്പിൾ. ആനാപ്പിളിൽ ഏകദേശം കായായിട്ടുണ്ട്. ചെറിയ ചെറിയ കാകൾ വരുന്നുണ്ട് ഇതിൽ. കാരണം അത് പെട്ടെന്ന് റെഡിയാവുന്ന സാധനമാണ്. ബാക്കിയെല്ലാം ആയി വരുന്നേ ഉള്ളൂ. ഈ ഫ്ലവേഴ്സൊക്കെ ഗ്രാനി സ്മിത്തിൻ്റെ ഫ്ലവേഴ്സാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് എക്സ്പാലിയേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതൊരു ചെടിയെ നമ്മളിതുപോലെ ഒരു ഫാൻ ഷേപ്പിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വളർത്താണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഈ ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെ പൂക്കൾ ഉണ്ടാകുന്നുള്ളൂ. ഈ ഭാഗത്തൊന്നും പൂക്കളില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും ഗ്രാഫ്റ്റ് ഇല്ല. ഗ്രാഫ്റ്റ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇതൊക്കെ ആ സീഡ്ലിംഗ് എന്നുള്ള ഗ്രോത്താണ്. ഇത് നമ്മൾ ഒരു 8 വർഷം മുമ്പ് നട്ട ഒരു സീഡിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈയാണ്. അതുകൊണ്ടാണ് ഇവിടെയൊന്നും ഇല്ലാത്തത്. ഗ്രാഫ്റ്റ് തുടങ്ങുന്നിടത്ത് ബാക്കിയാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെയാണ് ഗ്രാഫ്റ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണെങ്കിൽ കണ്ടിങ്ങനെ ഓരോ ലെയറിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് എല്ലാം പൂക്കളായിട്ട് വരുന്നുണ്ട്. എല്ലാം ഓരോരോ വ്യത്യസ്തങ്ങളായ വെറൈറ്റികളാണ്. അതൊക്കെ നമ്മളിങ്ങനെ ടാഗിട്ട് ഒഴിച്ചിരിക്കുക. 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ്. കണ്ടോ, ഇവിടെയാണ് ഗ്രാഫ്റ്റ്. അത് കഴിഞ്ഞ് അവിടെ ഫ്ലവർ. ഈ ഭാഗത്തെല്ലാം ഫ്ലവർ ഉണ്ടാകും. അതുകൊണ്ട് ഫ്ലവർ ആയി വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്. രസമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ വളർത്തുക. ഇതെല്ലാം ഇഷ്ടം പോലെ ഫ്ലവേഴ്സാണ്. പല പല വെറൈറ്റികളാണ് ഇതെല്ലാം. ആപ്പിളിൻ്റെ ഗ്രാഫ്റ്റ് ചടച്ചടയെന്ന് പിടിക്കും. അതുകൊണ്ട് എളുപ്പമാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ.